നോക്കൂ, ഞങ്ങളുടെ ശശി തരൂരിനെ നിങ്ങൾ കൊണ്ടുപോയി രാജ്യത്തിന് വേണ്ടി സംസാരിപ്പിക്കൂ, ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഇതാണ്. എത്ര മനോഹരമായി കോൺഗ്രസിന് എടുക്കാവുന്ന ഒരു കാര്യമായിരുന്നു. നമ്മുടെ ശശി തരൂർ മോദിനെ അങ്ങനെ ഈ പറഞ്ഞതുപോലെ മോദി സർക്കാരില്ല, കേന്ദ്രം ഇന്ത്യ എന്നാണ് പറയുന്നത്. അതല്ലേ പറയേണ്ടത്, പിന്നെ എന്താണ് ശരത് പറയുക? ഇവിടെ അവര് തന്നെ സ്വയം കൽപ്പിക്കുന്നു ഇന്ത്യ എന്നാൽ മോദിയാണെന്ന്. കോൺഗ്രസ് തന്നെ എടുത്തതിന്റെ തീരുമാനമായിട്ടല്ലേ. അതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നേരത്തെ ശശി തരൂർ വ്യക്തമായിട്ട് പറഞ്ഞു, രാഷ്ട്രീയം മാറ്റി നിർത്താം, രാജ്യത്തിന് വേണ്ടി സംസാരിക്കും. അദ്ദേഹം ഇന്നലെയും അത് തന്നെയാണ് എല്ലാ പറഞ്ഞത്. ദിവസവും എനിക്ക് പണികളുണ്ട്. ഇത് എല്ലാ ദിവസവും അദ്ദേഹത്തിന് ആവർത്തിക്കേണ്ടി വരുന്നു. അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വീണ്ടും ആവർത്തിച്ച് പറയാറില്ല. പക്ഷേ രാജ്യത്തിന് വേണ്ടിയാണ് ഒരിക്കൽ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ എങ്ങനത്തെ നേരത്തെ പറയുന്നത് എഡ്യൂക്കേഷൻ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇത്ര കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നു. തുടക്കം മുതൽ പറയുന്നുണ്ട് രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നു, പാകിസ്ഥാനെതിരെ കൃത്യമായ നടപടി എടുക്കുന്നു. മാത്രമല്ല വേറൊരു കാര്യം പറയുന്നത്, ഒരിക്കലും ശശി തരൂർ കോൺഗ്രസിനെ ഒരു കാലത്തും അവഹേളിച്ചിട്ടില്ല. അദ്ദേഹം ഇന്ദിരാഗാന്ധി സർക്കാരിനെയായാലും മോദി സർക്കാരിനെയായാലും അവരെ വേർതിരിച്ച് പറയും, രണ്ടും രണ്ടായിട്ടാണ് കാണുന്നത്. ഒരിക്കലും ഇന്ദിരാഗാന്ധി സർക്കാർ മോശമാകണമെന്ന രീതിയിൽ പറയില്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ കോൺഗ്രസിന് അന്നത്തെ സിറ്റുവേഷൻസ് വ്യത്യസ്തമാണ്, ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് വ്യത്യസ്തമാണ്. കാർഗിൽ എന്തുകൊണ്ട് സംഭവിച്ചു? അദ്ദേഹം ഇൻസിഡന്റുകളായാണ് ഒബ്സർവ് ചെയ്യുന്നത്. ഇവിടെ കോൺഗ്രസിന്റെ പ്രശ്നം ഈ വിഷയത്തിൽ സമഗ്രമായ രീതിയിൽ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള ആർക്കും അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു നയത്തെ കോൺഗ്രസിന് ഒരു തരത്തിലും എതിർക്കാൻ സാധിക്കുന്നില്ല. എല്ലാത്തിനെയും എതിർക്കുന്നതാണ് പ്രതിപക്ഷം, അല്ലെങ്കിൽ അത് മാത്രമാണ് ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് വിചാരിക്കും. ഒരു രാഷ്ട്രത്തിന് ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരുമിച്ച് കൈകോർത്ത് നിൽക്കുന്നിടത്താണ് പ്രതിപക്ഷവും ഭരണപക്ഷവും ജനങ്ങളുടെ സർക്കാരാണ്, അല്ലെ? സർക്കാർ എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ ചേർന്നാണ് ആയി മാറുന്നത്. പക്ഷേ ഈ ഒരു ബുദ്ധി അല്ലെങ്കിൽ ഈ ഒരു മെച്യൂരിറ്റി ഇവർക്ക് വന്നിട്ടില്ലാത്തത് കൊണ്ടാണ് ഇത് തുടർച്ചയായി അവർ ശശി തരൂരിനെ തന്നെ വെച്ചുകൊണ്ട് ആക്രമിക്കുന്നത്.